ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പം ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, പനിയാണ് 3 ദിവസമായിട്ട്. അപ്പോൾ സൗണ്ട് കുറച്ച് അടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 76 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. നാസ്ഡാക്കിൻ്റെ ക്ലോസ് നിങ്ങൾ ശ്രദ്ധിച്ച്, നാസ്ഡാക്ക് ക്ലോസിൽ നോക്കുകയാണെങ്കിൽ 500 പോയിന്റ്സ് ഡൗൺ ആയിരുന്നു. 1% താഴെ 1% മുകളിലുള്ള രീതിയിൽ US മാർക്കറ്റ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. S&P 500 1119 താഴെയാണ് ക്ലോസ് ചെയ്തത്. മീൻസ് അത്രയും സെല്ലിംഗ് പ്രഷറും US മാർക്കറ്റ്സിലും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ മിക്സഡ് സിഗ്നലാണ്. മോസ്റ്റ്ലി സെല്ലിംഗ് പ്രഷർ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റ്സിലും നിലവിലുള്ളത്. ഫ്ലാറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മിക്ക DAX 237 പോയിന്റ്സ് ഡൗൺ സൈഡാണ്, CAC ആൻഡ് 41 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. ആൻഡ് നമുക്ക് ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് കറക്റ്റ് ഒരു മിക്സഡ് സിഗ്നൽ നമുക്ക് തരുന്നത്. നിഫ്റ്റി നിലവിൽ 20 പോയിന്റ്സ് ഡൗൺ സൈഡാണ്, 29 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സോ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെ സ്റ്റാർട്ടിങ്ങിനാണ് എനിക്ക് പോസിബിലിറ്റി തോന്നുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ നിഫ്റ്റി 29 പോയിന്റ് ഡൗൺ ആണ്. നിഫ്റ്റി 219 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. സ്ട്രൈറ്റ് ടൈംസ് 4 പോയിന്റ്സ് ഡൗൺ ആണ്. ഹാങ്സോങ് 44 പോയിന്റ്സ് അപ്പ് സൈഡാണ്. തായ്വാൻ വെയിറ്റഡ് 142 പോയിന്റ്സ് അപ്പ് സൈഡാണ്. കോസ്പി 13 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ബേബി ഒത്തിരി ഒരു പിടിച്ചു നിൽക്കുമെന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഒരു വ്യൂവർ നമ്മുടെ ചാർട്ടിൻ്റെ കളർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അറിയാം, ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. നിങ്ങൾ ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരുന്നത്. 15 മിനിറ്റ് ചാർട്ടിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഏരിയയിലേക്കാണ് മാർക്കറ്റ് പോയതെന്നും ആ ഗ്യാപ് ഡൗൺ സോണിലേക്ക് എത്തിയപ്പോൾ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് ഈ 15 മിനിറ്റ് സെല്ലിംഗ് പ്രഷർ നടന്ന സോണിലേക്ക് മാർക്കറ്റ് കയറുകയും തിരിച്ച് അവിടെ നിന്നും ഒരു സെല്ലിംഗ് പ്രഷർ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. മാർക്കറ്റ് ആദ്യം ഈ സോണിൽ കയറി ഒരു റിജക്ഷൻ തന്നു, തിരിച്ച് വീണ്ടും കയറി ഒരു റിജക്ഷൻ തന്നു, ആൻഡ് വീണ്ടും കയറി മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് അപ്സൈഡ് പോകുന്ന ഒരു ടെൻഡൻസിയാണ് കാണിച്ചത്. അതായത് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങി വന്നത്. സോ ഇതാണ് മാർക്കറ്റിൽ നടന്ന കാര്യം. അതായത് ഈ ഒരു സെല്ലിംഗ് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇടിച്ച് കയറുകയായിരുന്നു. അതായത് ലിക്വിഡിറ്റി ഹണ്ടിങ് നടത്തി ഇപ്പോൾ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് തിരിച്ച് ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലേക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി എന്താണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുകയാണെങ്കിൽ 2 കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, നമ്മൾ പറഞ്ഞ് നമുക്കറിയാം ഇതൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത സോണിലാണ് മാർക്കറ്റ് തിരിച്ചു വരാൻ പോകുന്നത്. അത് ഈ ഒരു ഏരിയയാണ് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് വരാൻ പോസിബിലിറ്റി ഉള്ള സോണ്. പിന്നെ ഈ ഗ്യാപ്പ് വന്ന സോണാണ്. അപ്പോൾ ഈ 2 സോണിലേക്ക് നമുക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഈ 2 സോൺ മാർക്ക് ചെയ്തിടാം. ആൻഡ് ഈ ഒരു ഏരിയ തിരിച്ച് ഡൗൺ സൈഡ് വന്ന ഈ സോൺ ഞാൻ മാർക്ക് ചെയ്തിടാം. അപ്പം മാർക്കറ്റ് ഇനി ഇടിഞ്ഞ് വരികയാണെങ്കിൽ, ഡൗൺ സൈഡ് വരികയാണെങ്കിൽ മാർക്കറ്റിന് ഡിമാൻഡ് എടുക്കാൻ പറ്റിയ സോൺസാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റിന് തരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തി മാർക്കറ്റ് ഒന്ന് തിരിച്ചു കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്. അതിൻ്റെ തിരിച്ചൊരു ഡിമാൻഡ് ഏരിയയാണ്. മാർക്കറ്റിൻ്റെ ബെസ്റ്റ് പ്രോബബിൾ സോൺസ് ഈ ഒരു സോൺ തന്നെയാണ്. കയറി പോകുകയാണ്, അതായത് തിരിച്ച് കയറി പോകാനാണ് മാർക്കറ്റിൻ്റെ ഇൻറ്റൻഷൻ എങ്കിൽ ഈ ഒരു സോൺസിൽ നിന്ന് തന്നെ മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അവിടെ ഈ 2 ഏരിയ മാർക്കറ്റ് വരുന്നില്ല, ബ്രേക്ക് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ച് മാർക്കറ്റ് 22,720 എന്നുള്ള സോണിലേക്ക് എത്തും. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചെത്താൻ പോകുന്നത് 22,200 എന്ന് പറഞ്ഞ സോണിലേക്കായിരിക്കും മാർക്കറ്റ് എത്താൻ പോകുന്നത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഭയക്കേണ്ടതായിട്ടുണ്ട്. കാര്യം മോസ്റ്റ് പ്രോബബിളി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം മോസ്റ്റ്ലി എത്ര % നമ്മൾ പറയുന്നത്, ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ പോസിബിലിറ്റി ഒരു 3% കൂടെ ഇടിയാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. മനസ്സിലായോ? ഇത്രയും വലിയൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ആ ഒരു പോസിബിലിറ്റി മുന്നിൽ കണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ട്രേഡ്സ് എടുക്കാനും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷറിൻ്റെ പോസിബിലിറ്റി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ശേഷം
ബാക്കി കാര്യം ഒരു അപ്സൈഡ് വ്യൂ ആണ് വരുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി ഈ സോൺ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതാണ്. അതായത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാത്ത പക്ഷം സെല്ലിംഗ് പ്രഷർ വീണ്ടും തന്നെ ഉണ്ടാവാം. കാരണം ഇവിടെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഇന്നലെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ വീണ്ടും ഈ ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് ആ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുമോ എന്ന് നമുക്ക് ഭയക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുവാണെങ്കിൽ 23,560 ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിടാം. കണ്ടില്ല, ഇവിടെയൊക്കെ ഒരു ലിക്വിഡിറ്റി സോൺസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിടാം 23,520. സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ. ഇപ്പോൾ ഈ രണ്ട് ഏരിയയും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ മനസ്സിൽ കണ്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിഫ്റ്റി എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം സ്റ്റോക്സ് ഒക്കെ നമുക്ക് വരുന്ന വഴി മുറയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. US ഓയിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ നോക്കുന്നത്. US ഓയിൽ ഇങ്ങനെ ട്രേഡ് നടക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ $89 ട്രേഡ് ചെയ്യുകയാണ് US ഓയിൽ. അപ്പം ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും US ഓയിലിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അപ്പോൾ സോ മേ ബി നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പം ഒരുപാട് സ്റ്റോക്സ് ഇട്ടിട്ടുണ്ട്. കണ്ടു കാണും ഇന്നലെ എല്ലാ സ്റ്റോക്സും സെല്ലിംഗ് പ്രഷറാണ് ഇട്ടിരുന്നത്. ഇന്നലെ രാവിലെ എൻ്റെ പോർട്ട്ഫോളിയോ നല്ല പോസിറ്റീവ് ആയതാണ്. ശേഷമാണ് ഡൗൺ സൈഡ് വന്നത്. അപ്പം നമുക്ക് എന്തായാലും വാച്ച് ചെയ്ത് തീരുമാനം എടുക്കാനേ കഴിയത്തുള്ളൂ. കാര്യം ഇപ്പോൾ വാർ എന്ന് പറയുന്നത് ന്യൂ നോർമലാണ് അല്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സമാധാനത്തോടെ മാർക്കറ്റിന് ഒന്ന് പ്ലേ ചെയ്യാനുള്ള അവസരം നോക്കാം. ഇനി നമുക്ക് വരുന്ന വഴിയിൽ നമുക്ക് നോക്കാം എന്താണ് നടക്കണേന്ന്. ഓക്കെ, സോ താങ്ക് യു.